പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2020 ജനുവരി 26 ഇന്ത്യ രാജ്യം മറ്റൊരു റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ്. ഈ റിപ്പബ്ലിക് ഡേയിൽ രാജ്യം ആഘോഷവേളയിൽ എല്ലാവർക്കും സമകാലികത്തിൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാവിധ റിപ്പബ്ലിക് ഡേ ആശംസകളും നേരുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് റിപ്പബ്ലിക് ഡേ. നമ്മൾ സ്വാതന്ത്ര്യദിനം അതുപോലെ തന്നെ ജനുവരി 26 ആകുമ്പോൾ രാജ്യം റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നതിനെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. റിപ്പബ്ലിക് ഡേയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയതിൻ്റെ 71ാം വാർഷികമാണ് ഇന്ന്. 1950 ജനുവരി 26 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ശരിക്കും ഒരു ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് ഇന്ത്യ മാറിയത്. ഭരണഘടന അംഗീകരിക്കപ്പെടുകയും ഈ ദിനത്തിലാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 1947 മുതൽ 1950 വരെയുള്ള കാലയളവിൽ ജോർജ് ആറാമൻ രാജാവാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. ഗവർണർ ജനറലായി സി രാജഗോപാലാചാര്യ ഈ കാലയളവിൽ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. 1950 ജനുവരി 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടത്. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വർഷവും വർണ്ണശബളമായ ഘോഷയാത്ര തലസ്ഥാനമായ ഡൽഹിയിൽ സംഘടിപ്പിക്കാറുണ്ട്. രാഷ്ട്രപതി ഭവനു സമീപത്തുള്ള റൈസിന ഹില്ലിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് വഴി ചുവപ്പ് കോട്ടയിലേക്ക് ഘോഷയാത്ര നടത്തുന്നു. കര, നാവിക, വ്യോമ സേനാംഗങ്ങളുടെ മാർച്ചും അതിനോടൊപ്പം ഉണ്ടാകും. പരേഡിൽ വിവിധ സംസ്ഥാനങ്ങളുടെ പ്ലോട്ടുകളും അതുപോലെ തന്നെ നൃത്തങ്ങളും ഉണ്ടാവാറുണ്ട്. രാജ്യ തലസ്ഥാനത്തോട് കിടപിടിക്കുന്നില്ലെങ്കിലും സംസ്ഥാന തലങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടത്താറുണ്ട്. സംസ്ഥാന ഗവർണർമാരാണ് പതാക ഉയർത്താറുള്ളത്. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥമായി വരുന്നത്. റസ് പബ്ലിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വാക്കുണ്ടാകുന്നത്. പ്രത്യേക ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്രതലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഇവിടെ പരമാധികാരം ജനങ്ങൾക്കാണ്. ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നിർവഹിക്കാനുള്ള പ്രതിനിധികൾ മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകർത്താക്കൾ. ലോകത്തെ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഭാരതമാണ്. റിപ്പബ്ലിക് ദിനാഘോഷം എന്നാൽ 3 ദിവസത്തെ ഉത്സവമായിട്ടാണ് രാജ്യം കൊണ്ടാടുന്നത്. ജനുവരി 29 ബീറ്റിംഗ് റിട്രീറ്റ് പരിപാടിയോടുകൂടിയാണ് നമ്മുടെ ആഘോഷ പരിപാടികൾ അവസാനമാകുന്നത്. 1955 രാജ്പഥിലായിരുന്നു ആദ്യ പരേഡ്. സിന്ധു നദി തട സംസ്കാര ഭൂമികയായ ഇവിടം പല വിശേഷ സാമ്രാജ്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മണ്ണ് കൂടിയാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. 1949 നവംബർ 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പാർലമെൻറ്റ് കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭരണഘടന 1950 ജനുവരി 26 പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ടാണ് 1950 ഇന്ത്യൻ ഭരണഘടന രാജ്യത്ത് അവതരിപ്പിക്കപ്പെടുന്നതോടുകൂടി രാജ്യത്തിൻ്റെ സ്വഭാവമായി മാറിയത്. വിവിധ സംസ്ഥാനങ്ങളെ ഒരു രാഷ്ട്രത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാക്കി സംയോജിച്ച ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യ കൈക്കൊണ്ടിരുന്നത്. സ്വതന്ത്ര സമരത്തിനു ശേഷം ചേരിചേരാ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 3ാം ലോകരാഷ്ട്രങ്ങളുടെ നേതൃനിരയിലേക്ക് ഇന്ത്യ കടന്നു വരികയും ചെയ്തു. ഇന്ന് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പരമാധികാരം, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം എന്നീ ആശയങ്ങൾ സത്യം പറഞ്ഞാൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ രാജ്യം അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തേണ്ട സ്ഥാനത്ത് പലയിടത്തും നല്ല രീതിയിലല്ല എന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളുമായി ഇന്ത്യ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നാനാജാതി മതസ്ഥർക്കും ഭയരഹിതമായി ഇവിടെ വസിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയായി കൊണ്ട് തന്നെ ഇവിടെ മാറുകയാണ്.
ഒരു ഭാഷയും ഒരു സംസ്കാരവും ഒരു ജനതയുമല്ല, മറിച്ച് പല ഭാഷകളും പല സംസ്കാരങ്ങളും പല ജനതയുമാണ് ഇന്ത്യയുടെ സവിശേഷത എന്ന് തിരിച്ചറിയാത്ത ഭരണാധികാരികൾ ഇന്ത്യയുടെ ഭരണകേന്ദ്രങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളത് ഏറെ അപകടകരമായ മറ്റൊരു വിശേഷമാണ്. ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയാണ് സ്വാതന്ത്ര്യം. ജീവനും അഭിപ്രായത്തിനും മതത്തിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. സ്ത്രീക്കും പുരുഷനും മാത്രമല്ല, ബിലിംഗക്കാർക്കും ഈ അവകാശമുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഇതുപോലെ വിശ്വസിക്കുന്നവർക്കും അവിശ്വസിക്കുന്നവർക്കുമൊക്കെ ഈ അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നിഷേധിക്കാൻ ആര് ശ്രമിച്ചാലും അത് ഇന്ത്യയുടെ പരികൽപ്പനയുടെ അവഹേളനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതേസമയം ഇന്ത്യയുടെ യശസ്സുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സാംസ്കാരിക നേതാക്കന്മാരെയും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയുടെ നടപ്പാക്കിയ വർഷത്തിൻ്റെ 71ാം ആണ്ടിൽ ഇന്ത്യ മറ്റൊരു റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണഘടനയുടെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇന്ത്യയുടെ ഈ റിപ്പബ്ലിക് ഡേ ആഘോഷ വേളയിൽ എല്ലാവർക്കും ഒരു നല്ല റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മതമൈത്രിയും രാജ്യത്തിൻ്റെ അവകാശബോധങ്ങളും രാജ്യത്തിൻ്റെ ഭരണഘടനയും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.